ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ അബുദാബിയിലാണ് ഉള്ളത്. നമ്മൾ ഓൺലൈനിൽ മാറിയതിന് ശേഷം ഒരുപാടായി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു നാട്ടിൽ പോകാന്നുള്ളത്. അപ്പോൾ നമ്മളിതേ അബുദാബിയിൽ വന്ന് നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ദിവസം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ദുബായിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അബുദാബിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അബുദാബിയിൽ വന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ സെല്ലൂൻ്റെ ഒരു ഹെയർ മേക്ക് ഓവറും കാര്യങ്ങളും, പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയായാലും ഒരു വെട്ടിയായിട്ട് ലാസ്റ്റ് മിനിറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് ഇപ്പം ഉള്ളത്. ഓൾറെഡി ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് മൽക്ക പോകുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നാട്ടിൽ പോവാ. നാട്ടിൽ പോയിട്ട് എന്തിനാ? ഡാഡിക്ക് അവ കൊടുക്കാനും ഡാഡിൻ്റെ കൂടെ പോയി മിഠായി മേടിക്കാനും. ഏതാ അവസ്ഥ. അപ്പം നമ്മളിതേ ഇപ്പോൾ അബുദാബി ഉള്ളത്. അബുദാബിയിൽ നമ്മൾ നേരെ ദുബായ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഈ സെല്ലൂൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഇതേ ഒരു പ്രശ്നമുള്ളൂ. ഫുൾ ഹറി ബറി, നമുക്ക് ശ്വാസം വിടാനുള്ള നേരം ഉണ്ടാവില്ല. പക്ഷേ ഞാനും മൽക്കൊക്കെ ഒറ്റയ്ക്കാകുമ്പോൾ ഞങ്ങൾ ഇതിനേക്കാളും ഫ്രീ ആണ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരാൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു സമാധാനം എന്നറിയാം. പക്ഷേ ഈ സെല്ലൂൻ്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ്. ഇപ്പം സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 3 മണിൻ്റെ മുമ്പായിട്ട് അവിടെ എത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. എല്ലാം കൂടി ഹറി ബറിഞ്ഞ് എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഇതേ വരുന്നുണ്ട് മിസ്റ്റർ. ഒന്നും ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം. അല്ല മൽക്ക? ആരാ മോളെ ലേറ്റ് ആക്കിയത്? ലേറ്റ് ആക്കിയത് എന്താണ്? ഷർട്ടിന്റെ കളറൊക്കെ ടോട്ടല് വണ്ടിയിൽ ഇരിക്കണോരാ. ബ്ലാക്ക്. രശ്മൽക്ക് അങ്ങനെ നമ്മളിതേ പോകുന്നതിനിടയിൽ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഏതായാലും ഫ്ലൈറ്റിലൊക്കെ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതേ അവിടെയുള്ള ഒരു കഫേയിൽ കയറിയിട്ട് നമ്മൾ ഷവർമയും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതേ എൻ്റെ മോളും ഞങ്ങളെല്ലാവരും നന്നായിട്ട് വിഷമം തന്നെ. ഷവർമക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ആ വിഷമം കൊണ്ട് മാത്രമല്ലായിരുന്നു കേട്ടോ. ആ ഷോപ്പിലെ ഷവർമ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഷവർമൊക്കെ കഴിച്ചു. പിന്നെ സ്ട്രേറ്റ് ടു ദുബായ്. അപ്പോൾ ഇതേ മൽക്കൻ്റെ ഫേവറേറ്റ് ജ്യൂസാണിത്. മെൽക്കോ മാങ്കോൻ്റെ ഈ ഒരു ജ്യൂസ്. അത് അവൾ എപ്പോഴും കുടിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അവൾ ഇതേ കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്നോ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കുടിച്ചിങ്ങനെ ലോങ് ഡ്രൈവിലേക്ക് അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോഴേക്കും ഞാൻ ആകെ ടയർഡായി. എന്താണെന്ന് എനിക്കറിയില്ല. പൊതുവേ എനിക്കങ്ങനെ വരാറില്ല. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, ഉറക്കക്കുറവ് കൊണ്ടൊക്കെ ഉള്ളൊരു ടയർഡ്നെസ് തോന്നുന്നുണ്ട്. അങ്ങനെ ലഗേജസും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്തു. യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മൽക്ക സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഷൂ ഊരിയിട്ടുള്ളൊരു നടത്തിയിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഷൂ ഇട്ടെടുക്കുന്ന ഒരു രംഗം നിങ്ങളിപ്പോൾ കാണുന്നത് എയർപോർട്ടിൽ നിന്ന്. എത്രയ്ക്കോ പറഞ്ഞിട്ടാണ് അവൾ ആ ഷൂ അങ്ങ് ഇട്ടത്. പിന്നെ നമ്മളിതേ ഇരിക്കാനും നിൽക്കാനും നമുക്ക് ടൈമില്ലായിരുന്നു. എങ്ങോട്ടാ? എങ്ങോട്ടാ ഈ പോയി നിന്നോ? അപ്പോൾ നമ്മളിതേ നമ്മുടെ എയർപോർട്ടിലെ ഹരിബറിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം മൽക്കക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. പിന്നെ സെല്ലൂൻ്റെ കൂടെ ഇനി ഞാൻ ട്രാവൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രാവൽ ചെയ്യേണ്ടി വരും. പക്ഷേ സെല്ലൂൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ടൈമിംഗ് ഒന്നും കറക്റ്റല്ല. എയർപോർട്ടിൽ നമ്മൾ
ഒന്നിനും നമുക്ക് ടൈമില്ലായിരുന്നു, എല്ലാം കറക്റ്റ് പെട്ടെന്നായിരുന്നു, പക്ഷേ ഒക്കെ ഒരു ധൃതി പിടിച്ചിട്ടിരുന്നു. സോ ഇതുവരെ മനുട്ടി ഇങ്ങനത്തെ ബസ്സിൽ കയറിയിട്ടില്ലല്ലോ ഫ്ലൈറ്റ് വരുമ്പോൾ? ആദ്യമായിട്ടല്ലേ? ഒരു ഡൗട്ട്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റ് കാട്ടാ പോണത്. അക്കു 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 നമ്മള് നാട്ടിക്ക് നൂർജമാനെയും ഡാഡിനെയും കാണാന്. എന്തിനാ? ആർക്ക് മിഠായി മേടിക്കാന്? മക്കൂക്ക ആരെ കൂടെ പോയിട്ട്? ഓക്കെ. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ നാട്ടിലെത്തുന്നതും ഞങ്ങളുടെ ഫണ്ണായിട്ടുള്ള ഫ്ലൈറ്റ് ജേണിയും എല്ലാം നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. നല്ല സർപ്രൈസും കാര്യങ്ങളും നല്ല ഹാപ്പി മൊമെൻറ്റ്സും ആയിട്ട് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.